നമസ്കാരം. കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വൈകുന്നതെല്ലാം ഓട്ടിസത്തിൻ്റെ ലക്ഷണമാണോ? സംസാരിക്കാൻ വൈകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഓട്ടിസം ഉണ്ടോ? ഇത് മാതാപിതാക്കളുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. സാധാരണയായിട്ട് നമ്മളൊരു 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികളുടെ സംസാരമൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങാം. ഒരു 2 വയസ്സുള്ളൊരു കുട്ടി ഒരു 50 വാക്കുകളെങ്കിലും തനിയെ പറയുകയും 2 വയസ്സ് മുതൽ 3 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു 3 വാക്കുകളുള്ളൊരു വാചകമോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയുകയും ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ 3 വാക്കുകൾ ചേർത്ത് ഒരു വാചകം പറയുക എന്നുള്ളതാണ് കുട്ടിയുടെ സംസാര ഭാഷയുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും എത്താതെ വരുമ്പോഴാണ് പല മാതാപിതാക്കൾക്കും സംശയമുള്ളത് അത് ഓട്ടിസമാണോ എന്നുള്ളത്. എന്നാൽ സംസാരിക്കാൻ വൈകുന്നത് മാത്രമല്ല ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ. കുട്ടികൾ വീട്ടിലും സമൂഹത്തിലും ഇടപഴകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാൻ തുടങ്ങും. ഉദാഹരണത്തിന് കുട്ടികൾ വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കുക, കണ്ണുകളിലേക്ക് നോക്കാതിരിക്കുക. അതുപോലെ തന്നെ സംസാര ഭാഷയിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യം സംസാരിച്ച് തുടങ്ങുകയും പിന്നീട് അവരുടെ സംസാരം നഷ്ടപ്പെടുകയും ചെയ്യാം. ഇതൊക്കെ ഓട്ടിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. മറ്റു ചില കാര്യങ്ങൾ കുട്ടികളുടെ സ്റ്റീരിയോടൈപ്പിക് ബിഹേവിയർ, സ്റ്റിമ്മിങ് ആക്ടിവിറ്റി, കുട്ടികളെപ്പോഴും കൈകൾ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സെൻസറി ഇഷ്യൂസ്, അവർക്ക് സൗണ്ട്, നല്ല ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ലൈറ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആവുന്നത്, അതുപോലെ തന്നെ രാത്രിയിൽ ഇരുട്ടിനെ ഭയങ്കര പേടി, ഹൈറ്റിനോട് പേടിയില്ലാതിരിക്കുക. പല കുട്ടികളും പക്ഷേ ഹൈറ്റ് ഇറങ്ങുമ്പോൾ, അതായത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അമിതമായിട്ട് പേടിക്കുക. ഇതെല്ലാം സെൻസറി ഇഷ്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. കുട്ടികളുടെ സംസാരം വൈകുന്നതിനോടൊപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തനിയെ ശരിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കരുത്. അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടാൽ കറക്റ്റ് ആവും എന്ന് ചിന്തിച്ചിരിക്കരുത്. അവർക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുക, അസസ്മെൻറ്റുകൾ എടുക്കുക. അസസ്മെൻറ്റുകൾ എടുത്തിട്ട് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്തായാലും തെറപ്പികൾ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അസസ്മെൻറ്റുകൾ എടുത്തിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് സംസാരം മാത്രമേ വൈകിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.